ഹായ് ഓൾ. ജലത്തിൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് നമുക്കിന്ന് അനുഭവിച്ചറിയാം. വെള്ളത്തിന് ഓർമ്മകളുണ്ട്. അത് നമ്മുടെ ചിന്തകളും പ്രാർത്ഥനകളും വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. ലോ ഓഫ് മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഏതൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡും നിങ്ങൾ പിന്തുടരുന്നതിന് മുന്നേ അതിൽ പൂർണ്ണമായും വിശ്വസിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്തിരിക്കണം. ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ നമ്മൾ ഏത് കാര്യത്തിലേക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതിൽ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ജീവിതത്തിൽ അത് സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നമ്മുടെ വിശ്വാസ വ്യവസ്ഥയുടെ ഭാഗമായി തന്നെ മാറണം. നമ്മുടെ ബിലീഫ് സിസ്റ്റം കൂടുതൽ ശക്തമാക്കി മാറ്റാൻ ഇത് സഹായിക്കും. വാട്ടർ ടെക്നിക്കിന് ശാസ്ത്രീയമായി എന്ത് അടിത്തറയാണുള്ളത് എന്ന് സ്വാഭാവികമായും നിങ്ങൾക്ക് സംശയം തോന്നാം. ജലത്തിന് ഒരു ഹീലിംഗ് പവർ ഉണ്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പേ തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. പല മതങ്ങളിലും ജലവുമായി ബന്ധപ്പെട്ട പല ആചാര രീതികളുമുണ്ട്. ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ മസാരു ഇമോട്ടോയെക്കുറിച്ച് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. വെള്ളത്തിൻ്റെ കണികകളിൽ 30 വർഷം നീണ്ട നിരീക്ഷണങ്ങൾ നടത്തിയ ഡോക്ടറാണ് മസാരു. അദ്ദേഹം രചിച്ച ദ ഹിഡൻ മെസ്സേജസ് ഇൻ വാട്ടർ എന്ന മനോഹരമായ പുസ്തകം നമ്മൾ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ടതാണ്. ഈ പുസ്തകത്തിൽ നടത്തിയുള്ള പല പഠനങ്ങളും ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ന്യൂയോർക്കിൽ ബെസ്റ്റ് സെല്ലറായ ഈ പുസ്തകത്തിൽ ജലത്തിൻ്റെ പ്രതികരണശേഷിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 2 ഗ്ലാസുകളിലായി വെള്ളമെടുത്ത് അതിൽ ഒന്നിനോട് സ്നേഹത്തോടെയുള്ള വാക്കുകളും രണ്ടാമത്തെ ഗ്ലാസ്സിലെ വെള്ളത്തോട് ശാപത്തിൻ്റെ വാക്കുകളും പറഞ്ഞു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് 2 ഗ്ലാസ്സിലെയും വെള്ളം ശാസ്ത്രീയമായി പരിശോധിച്ചപ്പോൾ സ്നേഹമുള്ള വാക്കുകൾ പറഞ്ഞ ജലം മനോഹരമായ ക്രിസ്റ്റലായി രൂപീകൃതമായിരിക്കുന്നു. അതേസമയം നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞ വെള്ളത്തിൻ്റെ മോളിക്യൂളുകൾ തമ്മിലുള്ള കോമ്പിനേഷൻ വികൃതവും പേടിപ്പെടുത്തുന്നതുമായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ജലം ഒരു ശക്തിയേറിയ ഊർജമാണെന്ന്. നമ്മുടെ ശരീരത്തിൽ ഏറിയ പങ്കും ജലമാണ്. ഏകദേശം 75% ഈ ജലത്തോട് പോസിറ്റീവായ വാക്കുകൾ പറയാൻ നമുക്ക് സൗഖ്യസ്പർശം ലഭിക്കും. നല്ല ചിന്തകൾ വെള്ളവുമായി കണക്ട് ചെയ്യാനായാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണിതെന്ന് മനസ്സിലാക്കാം. നാം ഓരോ പ്രാവശ്യം വെള്ളം കുടിക്കുമ്പോഴും ഇത് നമ്മുടെ കോശങ്ങളിലെല്ലാം വ്യാപിക്കുന്നു. ഓരോ കോശത്തിൻ്റെയും നല്ലൊരു ശതമാനം ജലമാണ്. നമ്മുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും എല്ലാം ഓരോ കോശങ്ങളിലേക്കും എത്തിക്കാൻ സാധിച്ചാൽ ഓരോ കോശവും നമുക്ക് സ്വപ്നം സഫലമാക്കാൻ വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങും. ഒപ്പം ആ സ്വപ്നങ്ങൾ നമ്മുടെ വിശ്വാസ വ്യവസ്ഥയുടെ ഭാഗമാകും. ഇതിനുള്ള ഏറ്റവും ശക്തിയേറിയ മാർഗമാണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് വളരെ എളുപ്പമാണ്. ഒരു ദിവസം നാം പല തവണ വെള്ളം കുടിക്കുന്നു. എപ്പോഴൊക്കെ വെള്ളം കുടിക്കുന്നു അപ്പോഴൊക്കെ ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഈ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പായി നാം ഉണ്ടാക്കിയിട്ടുള്ള ഗോൾ കാർഡ് നിങ്ങളുടെ കൈവശം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായി നാം എടുക്കേണ്ടത് ഒരു ചില്ല് ഗ്ലാസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഗ്ലാസ് ആയിരിക്കണം. സെറാമിക്കോ സ്റ്റീലോ ഒന്നും പാടില്ല. നാം എടുത്തു വെച്ച ഗ്ലാസ്സിൽ ശുദ്ധമായ വെള്ളം എടുക്കുക. കിണറിൽ നിന്നോ അരുവിൽ നിന്നുള്ള ശുദ്ധമായ റണ്ണിങ് വാട്ടർ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്. അത് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാം. ഒരിക്കലും ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് ഈ പ്രാക്ടീസ് ചെയ്യരുത്. വെള്ളം നിറച്ച ഗ്ലാസ് വലത് കയ്യിലെടുത്ത് ഗോൾ കാർഡിലെ ആദ്യത്തെ ഗോൾ നന്നായി ഫീൽ ചെയ്ത് വായിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയാൽ നിങ്ങൾക്കുള്ള സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ പതിയെ പതിയെ കൊണ്ടുവരിക. അതിനുശേഷം നെഞ്ചിൽ കൈവച്ച് 3 തവണ നന്ദി എന്നോ താങ്ക് യു എന്നോ പറഞ്ഞിട്ട് ശാന്തമായ അവസ്ഥയിലിരിക്കുക. ആഴത്തിൽ ശ്വാസമെടുത്ത ശേഷം ശാന്തമായി സാധാരണ രീതിയിൽ ശ്വാസമെടുക്കുക. നട്ടെല്ല് നിവർത്തിയിരുന്ന് ഞാൻ എന്ത് ആഗ്രഹിച്ചാലും അത് നടക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. ഇത്തരത്തിൽ നമ്മൾ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന എത്ര ഗോളുകളുണ്ടോ എല്ലാം ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ഗ്ലാസ്സിലെ വെള്ളത്തിൽ നോക്കി പറയുക. ശേഷം നന്ദി പറയുക. ഗോളുകൾ പറയാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കയ്യിലെടുത്ത് കണ്ണടച്ചുകൊണ്ട് താങ്ക് യു, ഐ ലവ് യു, ഐ ബ്ലസ് യു എന്നീ വളരെ ശക്തിയുള്ള 3 വാക്കുകൾ ഉപയോഗിച്ചാലും മതി. വെള്ളത്തെ അനുഗ്രഹിക്കുമ്പോൾ അത് നിങ്ങളെ തന്നെ അനുഗ്രഹിക്കുന്നതിന് തുല്യമാണ്. ചിലപ്പോൾ ഗോൾ കാർഡ് വെച്ചുകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നന്ദി നന്ദി എന്ന് പറഞ്ഞതിന് ശേഷം വെള്ളം പതിയെ കുടിക്കുക. ഓരോ തവണ വെള്ളം കുടിക്കുമ്പോഴും നമ്മുടെ ഗോളുകൾ സാക്ഷാത്കരിക്കാനുള്ള ഊർജം നമ്മുടെ ശരീരത്തിൽ എത്തുകയും എല്ലാ കോശങ്ങളിലേക്കും ആ എനർജി വ്യാപിക്കുകയും ചെയ്യുന്നു.
ഇത് എപ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യണം? നാം എപ്പോഴൊക്കെ വെള്ളം കുടിക്കുന്നോ അപ്പോഴെല്ലാം ഇത് ആവർത്തിക്കുക. എല്ലായ്പ്പോഴും സാധിച്ചില്ലെങ്കിൽ ദിവസം 2 തവണയെങ്കിലും ചെയ്യുക. അതായത് രാവിലെയും കിടക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കുമ്പോൾ വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഗോൾ കാർഡ് വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തുക. എന്തായാലും എല്ലാവരും ഈ പ്രാക്ടീസ് എന്തായാലും ചെയ്ത് നോക്കുക. ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.